എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ലോകാവസാനവുമായി ബന്ധപ്പെടുത്തി പലവിധ പ്രവചനങ്ങളും മുൻപ് നമ്മൾ കേട്ടിട്ടുള്ളതാണ്. എന്നാൽ അത്തരത്തിൽ ജപ്പാനിൽ റയോ തൽസുഗി എന്ന് പറയുന്ന പ്രവചക നാളെ ലോകം അവസാനിക്കുന്നതുമായി ബന്ധപ്പെടുത്തി പലവിധ പ്രവചനങ്ങളും നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെടുത്തിയുള്ള കൂടുതൽ വിശദാംശങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. ജൂലൈ 5 വിനാശകരമായിട്ടുള്ള സുനാമി വരുമെന്നും പ്രതീക്ഷിക്കുന്നതിനപ്പുറമുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാകുമെന്നുള്ള റിയോ തൽസുഗിയുടെ പ്രവചനം ലോകത്തെ തന്നെ ഭീതിയിലാക്കിയിരിക്കുകയാണ്. രണ്ടാഴ്ചക്കിടെ 1000-ലധികം ഭൂകമ്പമാണ് ഉണ്ടായിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ ഭൂചലനങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് ജൂൺ 23-നാണ്. 183 ഭൂചലനങ്ങളാണ് അന്നേ ദിവസം ദ്വീപിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ജൂൺ 26-27 ദിവസങ്ങളിൽ ഈ ഭൂചലനങ്ങളുടെ എണ്ണം 15-16 കുറയുകയും ചെയ്തിരുന്നു. പിന്നാലെ ജൂൺ 29-ന് 98 ഭൂചലനങ്ങളും ജൂൺ 30-ന് 62 ഭൂചലനങ്ങളും രേഖപ്പെടുത്തുകയുണ്ടായി. വ്യാഴാഴ്ചയും തെക്ക് പടിഞ്ഞാറൻ ജപ്പാനിൽ 5.5 തീവ്രതയുള്ള ഭൂചലനം ഉണ്ടായി. ടോഗര ദ്വീപാണ് പ്രകമ്പനത്തിന്റെ കേന്ദ്രമായിട്ട് കരുതുന്നത്. ടോക്കിയോയിൽ നിന്ന് ഏകദേശം 1200 കിലോമീറ്റർ അകലെയാണിത്. എപ്പോഴും കുലുങ്ങിക്കൊണ്ടിരിക്കുന്നത് പോലെയാണ് തോന്നുന്നതെന്ന് ജനങ്ങൾ പറഞ്ഞതായിട്ട് ജപ്പാനീസ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഉറങ്ങാൻ പോലും ഭയമാണെന്നാണ് ടോഗര ദ്വീപ് നിവാസികൾ പറയുന്നത്. ഇലസ്ട്രേറ്റർ ആയിട്ടുള്ള റിയോ 1999 പ്രസിദ്ധീകരിച്ച ദ ഫ്യൂച്ചർ ഐസോ എന്ന പുസ്തകമാണ് ജപ്പാൻകാരുടെ ആദിക്ക് ആധാരം. ജപ്പാനീസ് ബാബ വാൻഗെ എന്നാണ് റിയോയെ ജനങ്ങൾ വിളിക്കുന്നത്. തൻ്റെ വരയിലൂടെയാണ് 2011 ഭൂകമ്പം റിയോ 1999 തന്നെ പ്രവചിച്ചു വച്ചത്. 2011 മാർച്ചിൽ മഹാദുരന്തം ഉണ്ടാകുമെന്നായിരുന്നു റിയോ കുറിച്ചിരുന്നത്. 2021 കുറെ കൂടി ഭീതിജനകമായിട്ടുള്ള വിവരങ്ങളാണ് റിയോ വെളിപ്പെടുത്തിയത്. ജപ്പാനും ഫിലിപ്പീൻസിനും ഇടയിലുള്ള സമുദ്രാന്തര ഭാഗത്ത് ഫലകം വിണ്ടുകീറുകയും 4 ദിക്കിലേക്കും മാനം മുട്ടുന്ന തിരമാലകൾ ആഞ്ഞടിക്കുമെന്നും 2011 ജപ്പാന്റെ തെക്ക് പടിഞ്ഞാറൻ തീരത്തുണ്ടായതിന്റെ 3 ഇരട്ടി വലിപ്പത്തിൽ സുനാമി തിരകൾ ആഞ്ഞടിക്കുമെന്നാണ് പ്രവചനത്തിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇതുവരെ ഉണ്ടായ ഭൂചലനങ്ങൾ മൂലം കാര്യമായിട്ടുള്ള നാശനഷ്ടങ്ങളൊന്നും തന്നെ രേഖപ്പെടുത്തിയിട്ടില്ല. എങ്കിലും ഈ ഭൂചലനങ്ങൾ എന്ന് അവസാനിക്കുമെന്ന് പ്രവചിക്കുവാൻ കഴിയാതെ കുഴങ്ങുകയാണ് ജപ്പാന്റെ കാലാവസ്ഥ ഏജൻസി. അതോടൊപ്പം തന്നെ കഫേകളിലും ബാറുകളിലും സാമൂഹ്യ മാധ്യമങ്ങളിലും എല്ലാം തന്നെ ജപ്പാൻ ചർച്ച ചെയ്യുന്നത് റിയോയെക്കുറിച്ച് മാത്രമാണ്. എന്നാൽ ആശങ്കപ്പെടേണ്ടതില്ലെന്നും ഇത്തരം പ്രവചനങ്ങൾക്ക് ശാസ്ത്രീയമായിട്ടുള്ള അടിത്തറയില്ലെന്നും സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.